ജോലയ്ക്ക് എന്നും ഒരു സിനിമ തന്നെയാണല്ലോ ചാനൽ ഉണ്ടാവല്. ടി വി വെച്ചില്ലേ ഉറക്കം കിട്ടൂല. ചോറായോ? ചോറായില്ല. ഓ, നിങ്ങൾക്ക് ആടാ പോത്ത് കിടക്കണ പോലെ കിടന്നാ മതി. മീൻ കിട്ടിയോ? മീൻ കിട്ടിയില്ലാന്ന് ഏതുതരം പറയണ്ട്. മീനില്ലാന്ന് ചമ്മന്തി ഒടിക്കുക. ആ ചമ്മന്തി ലേശം വെള്ളം കൊണ്ടാ അടക്കി വേടൊക്കെ ഇവിടെ വന്ന് കുടിച്ചോ. എനിക്ക് പണിയുണ്ട്. എനിക്ക് ഇവിടുന്ന് നീക്കാനൊന്നും കഴിയില്ല. ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നാ കുടിക്കണ്ട. അല്ല ഒറ്റ നാട് തന്നിട്ടുണ്ടല്ലോ തന്നെ. ആരാ അനക്കെന്നെ മനസ്സിലാണ്ടായി പോലെ. എന്നെ കണ്ടില്ല തീരെ. നിങ്ങളുടെ അമ്മായിപ്പനെ കഥ തന്നെയാണ് നിങ്ങളെടുത്ത. പിന്നെ എന്തേ? പക്ഷെ മീൻ വാങ്ങിക്കൂടെ? നിങ്ങൾക്ക് മീൻ കിട്ടിയില്ല. ഇത് മീൻ വാങ്ങിക്കൂടെ? മീൻ വാങ്ങിയിട്ട് ഞാൻ കറി വെച്ചേ. ചോറ് കൂട്ടിട്ട് ഉരുട്ടിട്ട് അണ്ണാക്കല് കിട്ടുകരാ. ആണോ? നല്ല സന്തോഷം. പണിക്ക് പോയിക്കൂടെ ചെങ്ങായി? എന്റെ മരുമോനായി പോലെ. ഞാൻ പോയിക്കോളുണ്ട്. എപ്പോ? നാളെ. അങ്ങനെ എത്ര നാളെ കഴിഞ്ഞിപ്പോ? എന്തൊന്നും ശരിയാവണ്ടേ? നല്ല പണി. എന്റെ വിധി നല്ല എന്താ? എന്ത് വിധി? എന്റെ മോളായിപ്പോലോ അനക്ക് കെട്ടിച്ചെന്ന്. നിങ്ങളെന്തോ തെറ്റ് ചെയ്ത മാതിരിയാണല്ലോ. ഞാൻ ചെയ്ത തെറ്റന്നാ. തെറ്റായി പോയി. ഇപ്പോ ഒരു പണിക്കും പോവടെ നീരും വെച്ച് ഇങ്ങനെ കിടക്ക തവള കണ്ടിട്ട് ചത്തെടുക്കണായി. എന്ത് പണിക്ക് പോയിക്കൂടെ ചെങ്ങായി? പാരമ്പര്യമായിട്ട് എനിക്ക് കുറച്ച് സ്വത്തുണ്ടായി പോയി. അതാപ്പൊ എന്റെ വലിയ തെറ്റ്. ഭയങ്കര പാരമ്പര്യം. ഞങ്ങളെ പാരമ്പര്യം. എന്ത് പാരമ്പര്യത്തിന് എന്താ കുറ്റം? പാരമ്പര്യമുള്ള ആൾക്കാർ എന്നെ പോറ്റാനല്ല കരാറല്ല എന്റെ മോൾ എനിക്ക് കല്യാണം കഴിച്ചെന്ന് അറിയോ? ഞാൻ അങ്ങനെ പണിക്കോ ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ കല്യാണം കഴിച്ച്. പിന്നെ എന്തിനുദ്ദേശം അങ്ങനെ കിടക്കാൻ ഏട്ട വലിച്ചിട്ട മാതിരി ഇവിടെ? ഓ, നിങ്ങൾ എന്തിനാണ് ഇവിടുന്ന് ഒച്ചമൂലി ഉണ്ടാക്കല്? എന്താ ഒച്ചമൂലി ഉണ്ടാക്കല് ഇവിടുന്ന്? എന്റെ പുറയിൽ ഒച്ചമൂലി ഉണ്ടാക്കല്? അന്റെ പൊര ഉളുപ്പില്ലാത്തവനെ. അന്റെ പൊര ബാക്കിയുള്ളവർ പൈസയാണോ ഈ വീട്? അച്ഛാ അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. ഇയാള് മുണ്ടരുത്. ഇയാള് അവന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ വളർത്തിട്ട് അത്ര ആയത്. ഇംഗ്ലീഷ് വളം അല്ല, മലയാളം വളം. എന്തിനാ നിങ്ങൾ ഈ ഒച്ചമൂലി ഉണ്ടാക്കിയ ഇവിടെ വന്നിട്ട്? നീ ഞാൻ പറഞ്ഞാ ശരിയാവില്ല. അച്ഛങ്ങൾ ചോറിന്നിട്ട് പോവാന്ന്. ചോറിന്നിട്ട് പോവാന്ന്. വലിയൊരു അണ്ടാവുണ്ടല്ലോ ഇവിടെ. ചോറൊന്നായിട്ട് ഉരുട്ടി കൊച്ചാൻ അണ്ണാക്കേ കിട്ടുകൊടുത്ത്. നിങ്ങൾ എന്ത് തറ വർത്താനാണ് ഈ പറയുന്നത്? ഒന്നുമില്ല, എന്റെ അച്ഛനല്ലേത്. എന്റെ അച്ഛപ്പം പോയാണ്ട് ആ നായിൽ അവസാനിച്ചില്ല. അവസാനിക്കൂലേ? എന്താണ് നീ ചോറ് വേണ്ടല്ലോ? പള്ളാച്ചും കെട്ടിയിരിക്കല്ലേ? ചോറില്ലാതെ ഞാൻ നിക്കൂ. അച്ഛൻ പറയുന്നില്ല എന്താണ് തെറ്റ്? 40 പവന്റെ സ്വർണവും കൊടുത്ത് എന്നെ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് പോലുണ്ടോ? എനിക്ക് പറ്റി എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അയ്യോ, അനന്തശയനത്തിൽ അങ്ങനെ കിടന്നാ പണി വേണ്ടേ? ഇങ്ങനെ കിടന്നാ പണി കിട്ടുവോ? അന്വേഷിക്കണ്ടേ നാട് മുഴുവനും പോയിട്ട്? ലേശം ഉയർച്ച കൂട്ടി ചോറിനാ തോന്നുന്നു. ഉയർച്ച എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നല്ല വർത്താനം എന്നോട് കേൾക്കുന്നത്. കിടന്നോ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോറായിട്ട് ഞാൻ വിളിക്കാം. ദയവായിട്ടൊന്ന് അങ്ങോട്ട് വന്ന് തിന്നണേ. ഇങ്ങോട്ട് കൊണ്ടുവരണോ? ഉരുട്ടി വാരിട്ട് എന്നാലോ? ഏതോ ഒരു അമ്പലത്തിൽ അന്നദാനം ഉണ്ടല്ലോ. അയ്യ, അതിന് പാതട്ടം പോണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവരിക്കല്ലോ. ഞാൻ വിചാരിച്ചു അനന്തപത്മനാഭ സ്വാമി കിടക്കുന്നു. അനന്തപത്മനാഭസ്വാമി ലുങ്കി ചട്ടുവിട്ടിട്ടാണ്. അല്ല, എന്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞില്ല. എന്ത് ഡ്യൂട്ടി? ഈ ഒരു ഭാഗത്ത് തന്നെ എങ്ങനെ കിടക്കണമെന്ന് മറിഞ്ഞു കിടന്നോക്കാം. മറ്റേ പുറം ബന്ധോട്ടെ എന്താ ഇത് ഉള്ളോണ്ട് എനിക്ക് മറിഞ്ഞെടുക്കാൻ കഴിയില്ല. പിന്നെ ടി വി കാണൂല. ഇത് നീച്ച ഒരു കാര്യം പറയണ്ട്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലേ ഒരു 50,000 ഉറുപ്പിക. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ കിടക്കല്ലേ.
അല്ല എന്റെ പെങ്ങളൊട്ടീന്റെ 28ആണ്. അപ്പൊ ഒരു 2 പവന്റെ മോലെങ്കിലും കൊടുക്കണ്ടേ? മോശമല്ല അമ്മ എന്ന് പറഞ്ഞിട്ട്. എന്താ അത്ര വാശി കൊടുക്കണെന്ന്? അല്ല എല്ലാരും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നവര് കൊടുത്തോട്ടെ, അയ്യോ കൊടുക്കണ്ട. അല്ല ഇന്ന എല്ലാരും കളിയൊക്കെയാണല്ലോ അത്. അനക്ക് പിന്നെ അങ്ങനെ ഒരു ഉൾപ്പുള്ളിയുള്ള ഒരാള് വേണല്ലോ ഈ. ഇതല്ല ഇമ്പളെ കാര്യങ്ങൾ തറവാടിനെ പറയിപ്പിക്കാൻ പാടില്ലല്ലോ. പെരക്കാരൊരു സ്വര്യം തരുന്നില്ല. ഒരു 2 പവന്റെ വള ഞാൻ കൊടുക്കണമെന്ന്. ഈ വേറെ എവിടെ വാങ്ങി കൊടുത്തോ? പൈസ ഉണ്ടെങ്കിൽ ഒരു 50,000 ഇല്ലടോ. പൂത്ത കായുണ്ട് നാട്ടുകാർ മുഴുവൻ പറയണ. അതോ പണിക്ക് പോകാതിരിക്കണെന്ന്. ആ അതാ അപ്പൊ അമ്മായിപ്പം പറഞ്ഞു പോയത്. അമ്മായിപ്പം വന്നീന്ന അവിടെ രണ്ടില്ലാണ്ട് ഇറങ്ങിപ്പോണ്. അതിന്റെ അടുത്ത് 50,000 വാങ്ങിക്കൊണ്ട് എനിക്ക് ഒരു 10 ഉറുപ്പ്യ വെച്ചിട്ട് തന്നില്ല. എന്നിട്ടല്ലേ ഒരു ഉറുപ്പ്യ എന്റെ അടുത്ത് എടുക്കാ. ഈ എടുക്കാല്ലേ വെച്ചാൽ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്താ. ഈ നാട്ടുകാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാരങ്ങനെ പലതും പറയും. ഓന്റെ അടുത്ത് പൂത്ത കായുണ്ട്. ഓ നല്ല പൂത്ത കായ് ഇവിടെ പൂത്ത് കിടക്കുക. അതിനോട് പൂപ്പലായോണ്ട് എടുക്കായിട്ടാ ഞാൻ. എനിക്ക് ആകണ ഒരു പ്രതീക്ഷ ചെയ്യുന്നിട്ടോ. ഞാൻ പ്രതീക്ഷാണ്ട് ഒഴിവായിക്കാണ്. 25,000 ഒപ്പിച്ചോട്ടും കയ്യ. നീ കുറഞ്ഞു ഈ ഒരു ഉറുപ്പ്യമേൽ എത്തുമോ? നോക്കാം ഇപ്പൊ അത് വേണ്ടി വരൂ. അത് വേണേ ഇവിടെ ഉണ്ടാവുകയും. ഞാൻ പോട്ടെന്നാല്. ആ നല്ലേ ഒരു അച്ഛല്ലേ എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ അടുത്ത് ഉണ്ടാവും ഒരു ഉറുപ്പ്യ എടുക്കാൻ. നമുക്ക് ചേർക്കാണ്ട് പോടാ. നീ എന്റെ പുറയിൽ എന്നോട് കടഞ്ഞു ചോദിച്ചു എന്നെ ചീത്ത അറിയാ. ഉണ്ടപ്പോലെ ഇരിക്കണ ഇരുന്നോ അൽമാരിയിൽ ഇങ്ങനെ ഇരുന്നോ. ഈ ചാർത്തിൽ ഒത്തു നോക്കിയേ. നമസ്കാരം, പ്രണാമം. പഞ്ചായത്തിൽ പ്രമാണമൊക്കെ ചോദിച്ചു വന്നിട്ടല്ലോ. അങ്ങയുടെ വീടന്വേഷിച്ച് ഹിമാനന്ദ ഗുരുവിന്റെ ആശ്രമത്തിന് വരികയാണേ. ആ കുറെ ദിവസമായി അങ്ങേ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് കാര്യത്തിന്? അല്ല, ഞാനൊരു വളരെ സവിശേഷമായിട്ടുള്ള കാര്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഹിമാനന്ദ ഗുരു സ്വാമികളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും ഒക്കെ ചാനലിലൊക്കെ നിറഞ്ഞു ഇപ്പൊ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ വന്നത് എന്തൊക്കെയാന്നിട്ട് സാർ, ഞാൻ വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. അങ്ങയുടെ ഈ ഒരു വിലാസം തപ്പി എത്ര ദിവസമായി എന്നറിയോ നടക്കുന്നു. ഞാൻ നിങ്ങളെ നമ്പറിൽ വിളിക്കുന്നുണ്ട്. ഹിന്ദിയാണല്ലോ പറയുന്നേ. അതവിടെ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. മലയാളത്തിലുള്ള ഒരാളെ നിർത്തണ്ട. അപ്പൊ ഞാന് ഹിമാനന്ദ ഗുരു സ്വാമികൾ അദ്ദേഹത്തിന്റെ കഠിനമായ തപസ്സിലൂടെ കുറെ അധികം സവിശേഷമായിട്ടുള്ള കഴിവുകളുള്ള ഒരാളാണല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് പണം കായ്ക്കുന്ന മരം, പണം കായ്ക്കുന്ന മരം, അല്ലേ? ഇപ്പൊ സാറ് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ടാവും, എന്ത് പണം കായ്ക്കണ മരമൊന്നുമില്ല എന്റെ വീട്ടിൽ. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മരമുണ്ട്. ആണോ? അങ്ങനെ ഒരു മരമുണ്ട്. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഗുരു ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്ത് ഒരുപാട് വർഷത്തെ കഠിന തപസ്സിന് ശേഷം കണ്ടെത്തിയതാണ് അങ്ങനെ ഒരു മരവും അതിന്റെ വിത്തും. ശരിക്കും? അങ്ങനെ ആ വിത്ത് കിട്ടിയതിന് ശേഷം അദ്ദേഹം മൊത്തം കാര്യങ്ങൾ ഗണിച്ചു നോക്കിയപ്പോ ലോകത്തിൽ 4 ആളുകൾ കുഴിച്ചിട്ടാൽ മാത്രമേ ഈ മരത്തിൽ പണം കായ്ക്കുള്ളൂ. അതിലൊരാള് താങ്കളാണ്. ഞാനോ? ആ സന്തോഷത്തിന് വേണ്ടി ആ വിത്ത് താങ്കൾക്ക് നൽകാൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നത്. മിണ്ടല്ലിങ്ങൾ അങ്ങനെ വിത്ത് വെച്ചിട്ടാ ഉണ്ടാവുക. സാർ, ഇതിൽ ഒരിക്കലും ഒരു അതിശയോക്തിന്റെ ആവശ്യമില്ല. ഹിമാനന്ദ ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. സാറിന് വിശ്വാസമല്ലേ? എനിക്ക് വിശ്വസിക്കാം. ലോകത്തിൽ 4 പേർ. ആദ്യത്തെ ആൾ പഞ്ചാബിലെ സുഖ്വീന്ദർ സിംഗ്. താങ്കൾക്ക് തെളിവ് വേണം എങ്കിൽ ഞാനിപ്പോ ബോധ്യപ്പെടുത്തി തന്നാ പോരെ? ഇങ്ങനെ ഒരു സംഭവമുള്ള ബോധ്യപ്പെടുത്തിയാ പോരെ? നോക്കിക്കോളൂ. ഓം ഹ്രീം സംക്രമാഹ ഓം ഹിമാനന്ദ ഗുരുവേ സ്വാഹ ഓം സ്വാഹ. വിശ്വാസായി? ഇങ്ങോട്ട് വാ. ഞാൻ ജ്യൂസ് അടിക്കാണ്. ഇങ്ങോട്ട് വാടി. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചാബിലെ ഹർവീന്ദർ സിംഗ്. അതായത് ഹിമാനന്ദ ഗുരു തിരഞ്ഞെടുത്ത 4 പേരിൽ ആദ്യമായിട്ട് ഞങ്ങൾ പണം കായ്ക്കുന്ന മരത്തിന്റെ വിത്ത് കൊടുത്തത് ഇദ്ദേഹത്തിനാണ്. ഇനി അദ്ദേഹത്തിന് പറയാനുള്ള വേണം കേൾക്കാം. കേൾക്കണ്ടേ? കേൾക്കാൻ ഇഷ്ടമില്ലേ? കേട്ടു നോക്കാം. शुक्रिया। നമസ്കാരം. मैं बलविंदर सिंह। ഞാൻ ബൽവീന്ദർ സിംഗ്. इसमें आसाम में इतिल आसाम इलेकी चूटू हत्तरगा। അതെ, ഇത്രയും കാലം എന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. पैसा की नहीं चुको। ഒരു പൈസയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ഹിമാനന്ദ ഗുരുവിന്റെ ശിഷ്യൻ എനിക്ക് പണം കായ്ക്കുന്ന മരത്തിന്റെ വിത്ത് കൊണ്ട് തന്നത്. മലയാളമാണോ പറഞ്ഞേ? അല്ലല്ല, ഹിന്ദിയിൽ ചില വാക്കുകള് നമുക്ക് മലയാളം പോലെ ഫീൽ ചെയ്യും. ഇപ്പം നിങ്ങളുടെ പേര് തന്നെ ഹിന്ദിയിൽ എന്താ പറയാ? ഹരിദാസ്. അതുപോലെ തന്നെയാണത്.
ഇല്ലീസിനെ പെടത്തി കുറച്ച് മണ്ണ് സ്ഥലക്കോ അമൂൽ ടെൻ ബില്ലേക്കോ പുൾസ് കുഴിച്ചിട്ടു. അതെ, ഈ വിത്ത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് മണ്ണെടുത്ത് ഒരു അമുലിന്റെ ടിന്നിൽ മെല്ലെ മണ്ണ് നിറച്ച് ഈ വിത്ത് കുഴിച്ചിട്ടു. ഇല്ലീസ് ആദ്യമൊക്കെ ശില്പോ കഴിച്ച് ഗാന്ധിജി തല പൊക്കഴിച്ച് പകുതി സീറ്റിട്ടു. അതെ, വിത്ത് മുളച്ച് വലിയ മരമായതിനു ശേഷം അതിൽ നോട്ടുകൾ പിറവിയെടുത്തു. അതിൽ ഗാന്ധിജിയുടെ തല ഉണ്ടായിരുന്നില്ല. പിസിലെ നമ്പർ തീരെ ശിൽക്കോ. നമ്പറുകളും ഉണ്ടായിരുന്നില്ല. നമ്പറുകൾ ഉണ്ടായിരുന്നില്ല. ഇല്ലേ പിസി ബ്രിട്ടീഷ് ഗോ ബന്ദർഗെ എൻറ്റി രാസവളോ ഇക്രിശി മെഗരി ജൈവവളോ ബൊത്തിരി കുമ്പോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന് രാസവളമല്ല ജൈവവളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. उसके बाद आष्ट काष्ट कोश कोश काट मेरी आट काट बिल्किस्टी मोत्तांगरे काटത്തിന്റെ കൈലാസ്കോ. എനിക്ക് മനസ്സിലായി ആട്ടുകാട്ടം കോഴിക്കാട്ടതല്ലേ എനിക്ക് മനസ്സിലാവുന്നു. അയ്യോ ഇന്ത്യയിൽ അങ്ങനെ തന്നെ പറയല്ലേ. കാട്ടത്തിന്റെ കാര്യമാകുമ്പോ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? അല്ല, അപ്പൊ അങ്ങനെ നായ്ക്കാട്ടം പൂച്ചക്കാട്ടം തുടങ്ങിയ ജൈവവളങ്ങൾ ഇട്ടതിന് ശേഷം മരം വളർന്നു പന്തലിച്ചു. दिल्ली से ले भी 50 रुपये से 100 रुपया से गिल्पी से अन्य पीस 1000 रुपया അതിനുശേഷം 100, 500, 1000 ഒക്കെ മരത്തിന്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ തുടങ്ങി. दिल्ली से ഞാൻ സ്വത്തുലൊക്കെ ഭാരി സ്വത്തുലൊക്കെ സാരി വിൽക്കണക്കൊരു സോരി തിൽപ്പോ. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാകെ ആനന്ദ നൃത്തത്തിന്റെ ആറാടലാണ്. എല്ലാവർക്കും സുക്കുടു സ്വർഗി കുടുങ്ങോ? ഏയ് അതല്ല, എല്ലാത്തിനും ഹിമാനന്ദ ഗുരുവിന് നന്ദി, വലിയ നന്ദി. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധ്യായോ? ഹിമാനന്ദ ഗുരു ഒരിക്കലും നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു വ്യക്തിയല്ല. അദ്ദേഹം എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് തന്നത്. ആദ്യത്തെ ആളെ കണ്ടല്ലോ, ഇനി സാറിനാണ് ആ ഒരു വലിയ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. അപ്പോ ഞാനിപ്പോ ഇതേമാതിരിയൊക്കെ പറയേണ്ടി വരും. അത് നമുക്ക് അടുത്ത ആളിലേക്ക് പോകുമ്പോ അങ്ങയുടെ അനുഭവങ്ങൾ, അങ്ങയുടെ പത്നിയുടെ അനുഭവങ്ങൾ, ഇതാണ് എല്ലാവരും കൊതിക്കുന്ന അപൂർവമായിട്ടുള്ള വിത്ത്. അങ്ങയുടെ നക്ഷത്രം മൂലം. അതാണ്. ആ നക്ഷത്രത്തിൽ പിറന്ന ഇന്ന രാശിയിൽ ജനിച്ച ആളിന് മാത്രമേ ഇത് കുഴിച്ചിട്ടാ ഫലവത്തുണ്ടാവുള്ളൂ. അതാണ് ഗുരുജി എന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാൻ പാടില്ല. ഗുരുജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. പക്ഷേ ആശ്രമത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെറും 2 ലക്ഷം രൂപ ഒരു സംഭാവന തുകയായി മാത്രം നിങ്ങളിൽ നിന്ന് കൈപ്പറ്റാനും പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, കാരണം ഇത് മോഹവലയാണേ, പണം കായ്ക്കുന്ന മരം, എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം. സംഭാവന ഇഷ്ടമുള്ളതായിരിക്കും. 200 രൂപ. ഇത് ചെറിയ ലോക്കൽ ക്ലബിന്റെ പരിപാടിയല്ലല്ലോ, ഗുരുജിയുടേതാണ്, പണം കായ്ക്കുന്ന മരത്തിൻ്റെതുമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ആലോചിക്കല്ലേ. ഇല്ലെങ്കിൽ വേറൊരു മൂലം തപ്പി പോണം. അയ്യോ അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങള് ഇത് നിങ്ങള് കെട്ടിയ ചാറ്റിന്റെ മുകളിൽ പമ്പ് വലുത് വാങ്ങാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ബാങ്ക് ഉണ്ടാവോ എന്തോ. ഓം ഹരി ഓം. സ്വർണ്ണായിട്ടാണല്ലേ? പണായിട്ട് വല്ലതും കിട്ടിയ ഉപകാരമായിരുന്നു. ഇതൊരു 7-7.5 പവന്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അല്ല, വണ്ടിക്കൂലില്ലേ? ബസ്സിന് പോണ്ടേ? അല്ല, വിമാനത്തിലെ ബസ് ഉണ്ടോ? അല്ല, ബസ്സല്ല, ട്രെയിൻ, ഹിമസാഗർ. 500 രൂപ ഉണ്ടല്ലോ. നിങ്ങൾ കാണാണ്ട് വെച്ചേനും. ഓം പാദം നമ. അപ്പോ ഇതങ്ങോട്ട് കൈമാറല്ലേ? ഇരിക്ക. ഞാനിരിക്കണോ? വേണമെന്നില്ല. ഇരിക്കും. ചന്ദനപ്പടിയാ. ഉത്കൃഷ്ടോ തുദാസ്തദേ. പറയണോ? ഞാനോ? ഉത്കൃഷ്ടോ തുദാസ്തദേ. സുധാകൃതയല്ലേ? സുധാകൃതയല്ല, വ്യക്തമായിട്ട്. ഉത്കൃഷ്ടോ സുധാകൃതേ. ഉത്കൃഷ്ടോ സുധാകൃതേ. ഇതിപ്പോ ചിലപ്പോ ഇത് കറക്റ്റായിട്ട് ചൊല്ലിയില്ലെങ്കിൽ ചിലപ്പോ ഇത് മുളച്ചു വരണമെന്നില്ല. സ്വസ്തി. 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 അപ്പോ ഇതിപ്പോ നിലത്ത് വീണതിനോണ്ട് ഇതിന്റെ കുറഞ്ഞു ഇതൊന്ന് മാറ്റി തന്നാളി. എന്നാല് ഇല്ല, അതിന് അങ്ങനെ കൊടുക്കാനില്ലല്ലോ. അപ്പൊ ശരി, ഹിമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം മറ്റവരടുത്ത് വരുമ്പോ ആവട്ടെ. ശരി, വലിയ ആളാവട്ടെ. ഓക്കെ, അപ്പൊ മറ്റേ പരസ്യത്തിന് വിളിക്കാൻ കേട്ടോ. ആവട്ടെ.
ഡേ മീൻകാരൻ വന്നിട്ടുണ്ട്. ആ. എന്താ വേണ്ടേ? ആയിക്കോട്ടെ എങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താച്ചാ വാങ്ങിക്കോളി. എന്താണ്ട് എന്റെ അടുത്ത് ഇടയ്ക്ക് പയക്കോറെ കൊണ്ട് ഇറക്കലുണ്ടോ? അയക്കോറുണ്ട്, ചമ്പലുണ്ട്, ചെമ്മീനുണ്ട്, സ്രാവുണ്ട്. എന്നാണ് കോട്ടി അയക്കൂറ ആയിക്കോട്ടെ. അയക്കോറൻ ചായക്കോറ എടുക്കാം. ഒരു 2 കിലോ അയക്കൂറ എടുത്തോ. അയക്കോറ 2 ആളേ ഉള്ളൂ, എന്നാലും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതിന്റെ മൂന്ന് മൂത്ത നോക്കിയിട്ട് 500 പറിച്ചു. നമുക്ക് അധികം പറിക്കല്ലേ, മൂത്ത് തന്നെയാണോ? മൂത്തത് ആ ഭാഗത്തുള്ള പറിച്ചത് നോക്കി നടത്താൻ കഴിച്ചിന് പൈസ പറിക്കാറില്ല. അല്ല കീറി പോണ്ടാ. അതാ ഇത് ഇതിന് എന്തോ ഓട്ടണ്ട വെറുതെ പൊയ്ക്കടോ വിമാനം അങ്ങോട്ട് വന്നോളൂ, ഇവിടെ എടുക്കട്ടെ. അയ്യാളെ അടുക്കള കൊടുത്താൽ എടാ എന്റെ അച്ഛനവിടെ പോയി. ദേ ആ ഇയാൾ ഇതൊന്നും മരുന്നടിച്ചില്ലട്ടോ, ഇവിടെയൊക്കെ പുഴു വന്നിട്ടുണ്ട്. അച്ഛാ നിങ്ങളെ ഹരിദാസേട്ടൻ വിളിക്കുന്ന. അല്ല ചെങ്ങായി എന്നോട് ഇതൊക്കെ മരുന്നടിക്കാൻ പറഞ്ഞില്ലേ? നോക്കിതാ എവിടെ പോയി കിടക്കുക. മരുന്ന് അറിയാലോ, ഞാൻ തരാം. ഇതൊക്കെ ചെങ്ങായി നോക്ക്, ഈ വാടി വീണ പൈസ ഒക്കെ എടുത്ത് വെക്കണ്ടേ? കാണുന്നില്ല, കണ്ണും കാണൂല. ഇയാളൊക്കെ പണിക്ക് വെച്ച് എന്നെ വേണം ചവിട്ടാൻ. അയ്യോ ഇതൊക്കെ പെറുക്കല്ലേ, പെറുക്കല്ലേ പെറുക്ക. ആ പെറുക്കട പെറുക്കിയേ, പെറുക്കട പെറുക്കിയേ, പെറുക്കിയ പെറുക്കി നാളെ കിടന്ന് പെറുക്കട. അവിടെ കിടന്ന് പെറുക്ക്. ഇത് കുറെ നാളെ പെറുക്കുന്ന 2 ആളെ പെറുക്ക് എനിക്ക് വേണ്ടി. പൈസ തിന്നു കാട്ടി കുറെ കാലം ശ്രമിക്കാൻ തുടങ്ങിട്ട്. എന്റെ ഹരിദാസേട്ടാ ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? എന്ത് സംഭവിക്കേ? ഞാൻ ആ മരമൊക്കെ പാടെ വലുതായിട്ട് നിറച്ചും പൈസ ഉണ്ടായി. എൻ്റെ അച്ഛനെ കൊണ്ട് ആ മരത്തിന് ചുട്ടിൽ വളം ഇടിക്കുക, ചില്ലറ പൈസ വീണതൊക്കെ പെറുക്കാഞ്ഞാല് പെറുക്കട പെറുക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെറുക്കിപ്പിക്കുക. നിങ്ങൾക്ക് അത് കിട്ടിയാ പോരാ. ആ ഇതൊന്നും കിട്ടിയാ പോരാ നിങ്ങൾക്ക്. ഇങ്ങോട്ട് എന്താ എന്താ പോടാ വിടുന്ന്. ആ മരം കായ്ക്കൂലേ? ഇതൊന്ന് പോയി നോക്ക്. എന്ത് പൈസ ഉണ്ടായിരുന്നു നോക്കല്ലേ? ഒന്ന് പോയി നോക്ക്. ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നു, മൂടിയിട്ടതാ. പൂ വന്നേരേ ഞാൻ പോയി നോക്കട്ടെ. ഉണ്ടായാ മതി, എന്നിട്ട് വേണം പെറുക്കട പെറുക്കിയേ. അയ്യോ ഹരിദാസേട്ടാ ചതിച്ചിട്ടോ. നോക്കി ഇതിന്റെ മുകളിലുണ്ടായതാ. ആ പൂവ് കായായതാണ്. എന്താണ് ഹരിദാസേട്ടാ നിങ്ങൾ നോക്കുന്നത്? ഇതാണോ പൈസ? ഞാനത് തന്നെയാ നോക്കുന്നത്. ഏത് രാജ്യത്തെ പൈസയാണ്? പൊട്ടനാണ് ഇത്. പൈസയല്ല, മുരിങ്ങാക്കായാണ്. എനിക്ക് കണ്ടറിഞ്ഞൂടെ? അന്നേരം നിങ്ങളോട് ഞാൻ പറഞ്ഞതൊക്കെ പറ്റിക്കലാണ് എന്ന്. ആ നശിച്ച ടി വിയാണ് ആദ്യം തച്ച് പൊട്ടിക്കുക. ആ ടി വി അല്ല, നിങ്ങൾ പണിക്ക് പോകാണ്ട് മമ്പൂതം പോലെ ഇവിടെ ഇങ്ങനെ കിടന്ന സോഫയില് ഒരു സോഫയും വാങ്ങി കിട്ടുന്നുണ്ടല്ലോ എന്റെ സ്വർണം വെച്ചിട്ട്. ഒന്ന് പച്ചാൻ കൊന്നാളും കൂടെ ഞാൻ. പറയിപ്പിക്കണം എന്നെ കൊണ്ട്. വേണ്ടോ ചെല്ലേ ഐക്കോറ വാങ്ങിയോട്, മരത്തുമ്പോ നിങ്ങൾ പറിച്ചോട് ചെല്ലേ. കാര്യം ചീനോണ്ട് പരിപ്പിട്ട് നല്ലൊരു കറി ഉണ്ടായിരിക്കും. ഒറ്റ ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. നാളെ തൊട്ട് ഇറങ്ങിക്കൊള്ളാണ്ടി, പണിക്ക് ഇറങ്ങിക്കൊള്ളാണ്ടിട്ടാ. ആ പോണം. ഇത് വെച്ച് തലമണ്ടക്കൊന്ന് തരിക വേണ്ട നിങ്ങക്ക്. എനിക്കൊരു കഷ്ടായി പോയി. പൈസയും പോയി. ആ പൈസ എന്റെ ഒരു ഉസാറില്ല. എന്റെ മുഖത്ത് എന്തോ ഒരു സാർവറുണ്ടല്ലോ. എന്താന്നറിയില്ല, ഈ അടുത്ത് തീരെ ഒരു സുഖമില്ല. പെരയിലൊന്നും ഒരു ആണോ? എനിക്ക് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്.
വീട്ടിലാണെങ്കിൽ ആ പഴയ ചെറിയും കളിയൊക്കെ നഷ്ടപ്പെട്ട് ആകെ ഒരു സുഖജായി. ഇന്നലെ വരെ ഞാൻ നല്ല സ്ഥിതിയില്. ഞാനും നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടീന്നടോ. എന്താ കണ്ടേ? ഞാനൊരു ചെറിയൊരു ചൊറയിലൊക്കെ പെട്ട്. എന്ത് ചൊറ? പറ. അതൊന്നും പറയണ്ട. നമ്മളാ ഒരു ചെങ്ങായി വന്നിന്ന് പെരേല്. ആര്? ഒരു ഇന്ത്യത്താണ് ഒരു ചാമ്യ കുറെ ഇന്ത്യക്കാരനൊക്കെ ആയിട്ട്. ഓൻ എന്റെ വീട്ടിൽ വന്ന് ഇന്നാണ് ഞാൻ എൻ്റെ അടുത്ത് 50,000 ഉറുപ്പ്യക്ക് തന്നത്. കള്ളപ്പത്തി എന്ന് അതുകൂടി എന്റെ പൈസ അല്ലേ പോവുക? നായി പെണ്ണുങ്ങൾ ഞെക്കിയിട്ടാ ഞാൻ വരുന്നത്. അനക്കെന്ത് മര കിട്ടിയത്? മുരിങ്ങക്കായ. ഹിമാലയന്റെ മുരിങ്ങക്കായ. എനിക്ക് ഹിമാലയന്റെ കരിയേപ്പിൻ്റെ കൂട്ടാൻ വെച്ചെന്നിട്ട് കരിയേപ്പിൻ്റെ ഒറ്റക്ക് എങ്ങനെ കൂട്ടാൻ വെക്കല്? എന്നാ ഒരു മുരിങ്ങക്കായ കൊണ്ടുപോയിക്കാം. അതിന് വന്നാണ് ഞാൻ എത്തിനോട്ട് ഒരു മുരിങ്ങക്കായ അവനോട്. കരിയേപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് വരച്ചോളിട്ട കേടരൂല. ഹിമാലയന്റെ ആണ്. പാടുണ്ടായിട്ട് ഇവിടെ മുരിങ്ങക്കായ. അല്ലാത്തൊരു ചാതി. ഇനി നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കും. എങ്ങോട്ട് എന്തെങ്കിലും ഒരു പണിക്കൊക്കെ പോണം കേട്ടോ. ഞാനോ തീരുമാനിച്ചതാണ്. പെണ്ണുങ്ങളെ തല്ല് സഹിച്ചൂടെ? എനിക്കിനി ബാക്കി കിട്ടാണ്ട്. എന്താ നമുക്ക് കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. എനിക്കറിയില്ലല്ലോ എന്ത് പണിക്കാൻ നമ്മൾ ഇറങ്ങുക. ഇതിൻ്റെ അകത്തുണ്ടാവും. ഒന്ന് നോക്കി നോക്കി. പണിയോ? നോക്കി നോക്ക്. വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാം. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പം തന്നെ വിളിക്കാം. തീർച്ചയായിട്ടും. Before you